എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLD ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ടും ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 16 തീയതി വൈകുന്നേരം 5 മണിക്കും ആണ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ വിദ്യാർത്ഥികൾ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡിസംബർ 17 തീയതി വൈകുന്നേരം 4 മണിക്കൂറിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചലാൻ വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഡിസംബർ 16 മുമ്പായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ബാങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരികയും അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ ലഭ്യമാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷന് വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ, അതുപോലെ തന്നെ ട്യൂഷൻ ഫീ പേയ്മെന്റിന്റെ റെസിപ്റ്റ് എന്നിവ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലാണോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിലാണോ, ഏത് അലോട്ട്മെന്റിലാണ് ഏറ്റവും അവസാനമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഏത് കോളേജിലാണോ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ മെമ്മോ അതായത് അലോട്ട്മെന്റ് മെമ്മോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ട് തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അതല്ല ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖ വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ ഫീ പേയ്മെന്റ് ചെയ്യാം. ഫീ പേയ്മെന്റ് അടക്കാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ LBS അലോട്ട്മെന്റ് വഴി അലോട്ട്മെന്റ് ലഭിച്ച ഫീസ് അടച്ച എല്ലാ അപേക്ഷകരും 2024 ഡിസംബർ 17 ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. കോളേജിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം, അതുപോലെ തന്നെ എങ്ങനെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ്റെ രജിസ്ട്രേഷൻ ഐഡിയോ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറോ അറിയില്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് റിക്കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ഇവിടെ ഈ ഒരു പേജിൽ, അതായത് ലോഗിൻ പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, അതിനുശേഷം പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ യുവർ അലോട്ട്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ അലോട്ട്മെന്റ് നമ്പർ ഏതാണ്, അതായത് നിങ്ങൾക്ക് ഏത് അലോട്ട്മെന്റാണോ ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെന്റ് കിട്ടിയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് അലോട്ട്മെന്റ് വന്നത്, ഏത് കോട്ടയിലാണ് നിങ്ങൾക്ക് കിട്ടിയത്. ചില വിദ്യാർത്ഥികൾക്ക് ഇവിടെ SM ആയിരിക്കും, അത് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ നമ്പർ ഉണ്ടാവും, എത്രാമത്തെ ഓപ്ഷൻ ആയിരുന്നു നിങ്ങളുടേത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് 3 അലോട്ട്മെന്റും, അതായത് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും അലോട്ട്മെന്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ അലോട്ട്മെന്റ് കിട്ടിയത് ആ ഒരു കോളേജിന്റെ നേരെ ആയിരിക്കും മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ മെമ്മോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മെമ്മോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതേസമയം വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ്, അതായത് തേർഡ് അലോട്ട്മെന്റ് ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മെമ്മോ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക മേക്ക് പേയ്മെന്റ് എന്നുള്ളതായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് മെത്തേഡ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 2 ഓപ്ഷനുകളാണ് ഉണ്ടാകും. ആദ്യത്തെ ഡിഫോൾട്ടായിട്ട് ചലാനായിരിക്കും. അവിടെ പ്രിന്റ് ചലാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ചലാൻ ഡൗൺലോഡ് ചെയ്ത് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. അത് 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് വഴി ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ അവിടെ പേയ്മെന്റ് മെത്തേഡിൽ രണ്ടാമത്തെ മെത്തേഡ് ഉണ്ടാകും, അതായത് UPI, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ, അത് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വീണ്ടും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നീടുള്ള പേജിൽ നിങ്ങൾക്ക് UPI ആണോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്നുള്ള ഭാഗത്ത് അവിടെ കാർഡ്സ് എന്ന് മാത്രമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് എന്നിങ്ങനെയുള്ള 3 ഓപ്ഷനുകൾ കാണാൻ പറ്റും. UPI ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് UPI ആണ്, അതായത് ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ, അല്ലെങ്കിൽ ഈ ഒരു UPIയുടെ ആപ്പാണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് UPI ID എന്താണ്, നിങ്ങളുടെ UPI ID ഏതാണ് അത് കൃത്യമായിട്ട്, അപ്പോൾ നിങ്ങളുടെ UPI ID ഏതാണോ അത് കൃത്യമായിട്ട് നൽകിയ ശേഷം പിന്നീട് പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ്, 10,000 ആണോ, അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ 7,240 രൂപയാണോ, അതല്ല ഈ ഒരു DPharm ആണെങ്കിൽ 6,300 സംതിങ് രൂപയാണോ, എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പേ എന്നുള്ളതെടുത്ത് എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല കാർഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കാർഡിൻ്റെ ഈ ഒരു കാർഡ് നമ്പർ, കാർഡ് ഹോൾഡറിൻ്റെ നെയിം വേണമെങ്കിൽ നൽകാം, അത് ഓപ്ഷണൽ ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ CVV, അതുപോലെ തന്നെ കാർഡിൻ്റെ എക്സ്പയറി,
അതായത് മന്ത് ആൻഡ് ഇയർ എന്നിവ കൃത്യമായിട്ട് നൽകിയ ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകിയ ശേഷം, അതായത് പിൻ ഉണ്ടാവും, അത് നൽകിയ അത് മാത്രമേ പേയ്മെൻറ്റ് പോവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നൽകിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൻ്റേത് കൃത്യമായിട്ട് വർക്കിംഗ് അല്ല. അതുകൊണ്ട് തന്നെ UPIയോ അല്ലെങ്കിൽ കാർഡോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ മെമ്മോ ഡീറ്റെയിൽസ് ഇതുപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെമ്മോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെമ്മോയിൽ തന്നെ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് സാധാരണ 25,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ കോഴ്സുകൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിൽ 27,500 രൂപയാണ് ഫീസ് വരുന്നത്. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീസ് ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു DPharm ആണെങ്കിൽ ഏകദേശം 6,300 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ 5,200 സംതിങ് രൂപയും മറ്റ് കോഴ്സുകൾക്ക് 7,240 രൂപയും മാത്രമാണ് വരുന്നത്. പ്രത്യേകിച്ച് വേറെ ഫീസ് വരുന്നില്ല. അതായത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ആ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു തരാം, മെമ്മോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതാ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് കനോട്ട് ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഫോണിലുള്ള ഫയൽ ഫോൾഡർ ഉണ്ടാകും, അതായത് ഫോണിൻ്റെ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗമുണ്ടാകും. അപ്പോൾ ആ ഒരു ഫയൽസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നിന്നും ഈ ഒരു മെമ്മോ എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ആണ്. അത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പെയ്ഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് എന്നുള്ളടത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ സൈഡിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ റെസിപ്റ്റ് എന്നുള്ള ഭാഗത്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് സാധാരണ ഈ ഒരു ക്രോം ബ്രൗസർ വഴി ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോണിലെ ഫയൽസ് ആപ്പിൽ പോയിക്കൊണ്ട് അവിടെയുള്ള ഡൗൺലോഡ്സ് ഫോൾഡറിൽ, അതായത് ഈ ഒരു ഫോൺ സ്റ്റോറേജിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും ഈ ഒരു റെസിപ്റ്റിൻ്റെയും ആ ഒരു PDF നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സും ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി വിദ്യാർത്ഥികളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഡീറ്റെയിൽസിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കോഴ്സ് ഫീ ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴ്സ് ഫീ പെയ്ഡ്, അതായത് നിങ്ങൾ ഓൾറെഡി അടച്ച പൈസ എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആദ്യം അതിനു മുമ്പായിട്ട് സെൽഫ് ഫിനാൻസ് കിട്ടിയ വിദ്യാർത്ഥികൾ ഓൾറെഡി 10,000 രൂപ അടച്ചിട്ടുണ്ടാകും. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 7,240 രൂപയോ അല്ലെങ്കിൽ 6,000 സംതിങ് രൂപയാണ് DPharmന് വരുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ 5,000 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഫീസ് മാത്രമാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ അടച്ച 10,000 രൂപയുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്ട്രാ അടച്ച പൈസ നിങ്ങൾക്ക് പിന്നീട് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. കാരണം പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 25,000 രൂപ എന്നാണ് കാണിച്ചിട്ടുള്ളതെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഏകദേശം 27,500 രൂപയോളമാണ് ഈ ഒരു ട്യൂഷൻ ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ലാബ് അതുപോലെ തന്നെ മറ്റ് ഫീസ് ഇനങ്ങളിലായിട്ട്, അതുപോലെ PTA ഫണ്ട് എന്നിങ്ങനെ മറ്റ് ഫീസ് ഇനങ്ങളിലായിട്ട് ഏകദേശം ഒരു 32,000 സംതിങ്ങോളം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക എന്നുള്ളത് കോളേജിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കുക. അതുപോലെ തന്നെ ചില കോളേജ് ഹോസ്റ്റൽ ഫീസ് അടക്കമാണ് വാങ്ങിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഈ ഒരു 42,000 അല്ലെങ്കിൽ 50,000 ഒക്കെ പറയും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഫീസ് ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ്, അതായത് ഏതൊക്കെ വിഭാഗങ്ങളിലായിട്ടാണ് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ആ ഒരു ഫീസ് ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് നിങ്ങൾ അടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് ഹോസ്റ്റൽ ഫീസ് എത്ര വരും, അഡ്മിഷൻ സമയത്ത് എത്ര രൂപ ഫീസ് അടക്കണം, അതുപോലെ തന്നെ നിങ്ങളോട് അഡ്മിഷൻ ഫീസ് സമയത്ത് അടക്കേണ്ട ഫീസ് ഒരു 50,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 50,000 രൂപ, അതായത് ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് ഈ ഒരു പൈസ വരുന്നത് എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസിൻ്റേതായിട്ട് വരുന്നുണ്ടോ, അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് മാത്രമായിട്ടാണോ വരുന്നത്, അതുപോലെ മറ്റേതെങ്കിലും ഫീസുകൾ PTA ഫണ്ടോ അതുപോലെ എല്ലാം കൂട്ടിയിട്ടാണോ വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ചില കോളേജ് ഒരു വർഷത്തെ ഹോസ്റ്റൽ ഫീസൊക്കെ ഒരുമിച്ച് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചിലപ്പോൾ കുറേ പൈസ, അതായത് ഏകദേശം ഒരു 50,000 ഒക്കെ അടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പൈസ ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ അഡ്മിഷനായിട്ട് അടക്കേണ്ട ഫീസ് 25,000 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ഇതിൽ കൂടുതൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഓൾറെഡി അടച്ച പൈസ എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗവൺമെൻറ് കോളേജിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞ ഫീസ് മാത്രമേ വേണ്ടി വരും. PTA ഫണ്ട് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് 10,000 നിന്നും ആ ഒരു എത്ര രൂപയാണ് കോളേജ് ഫീസ് വരുന്നത് അതിൻ്റെ ബാക്കി പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും.
ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയമാണ്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇന്ന് മുതൽ ഡിസംബർ 17-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് നോക്കാം. അപ്പോൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഇവിടെ പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട് നേറ്റിവിറ്റി ഓഫ് കാൻഡിഡേറ്റ്, അതായത് നിങ്ങളുടെ നാഷണാലിറ്റി തെളിയിക്കുന്നതിനായിട്ട്, അതായത് കേരളൈറ്റ് ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നിങ്ങളുടെ ബർത്ത് പ്ലേസ്, അതായത് നിങ്ങളുടെ ജന്മസ്ഥലം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതായത് നിങ്ങളുടെ ജന്മസ്ഥലം. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഹാജരാക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം പ്രധാനമായിട്ടും ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസ് ക്ലോസ് 10.1 പ്രകാരം പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും വേണം, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സും വിദ്യാർത്ഥികൾ ഹാജരാക്കണം എന്ന് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നിങ്ങളുടെ ഈ ഒരു നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. ഒന്നുകിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഈ ഒരു ബർത്ത് പ്ലേസ് കേരളത്തിലാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ ബർത്ത് പ്ലേസ് കേരളത്തിലുള്ള പ്ലേസാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങളുടെ പേരൻറ്റിൻ്റെ ഈ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ടുള്ളത് വാലിഡ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഈ ഒരു SC BC അതുപോലെ തന്നെ OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിലും, അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാതെ OEC വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിലും ഈ ഒരു നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ SC ST വിഭാഗക്കാർ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ ഫീ കൺസെഷന് ആവശ്യമായിട്ടുള്ള OEC കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, അതായത് OEC കമ്മ്യൂണിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ വിദ്യാർത്ഥികൾ ഹാജരാക്കുക. ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫീ കൺസെഷൻ, അതായത് ദോസ് ആസ് ഗിവൺ ടു OEC, അതായത് സർട്ടിഫിക്കറ്റ് പ്രൂഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ആർ റിക്വയർഡ്. അതായത് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കണം. അടുത്തതായിട്ട് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, അത് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള മാർക്ക് കറക്റ്റ് ആണോ നൽകിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കാനാണ്. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് നിങ്ങൾ അംഗവൈകല്യമുള്ള വിഭാഗത്തിലുള്ള റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ബോർഡിൻ്റെ ആ ഒരു 6 മാസ കാലാവധി കഴിയാത്ത സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ 4 ലക്ഷത്തിൽ കുറവാണ് നിങ്ങളുടെ ഇൻകം എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഒന്നുകിൽ AAY അല്ലെങ്കിൽ PHS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ്, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്. ഇത്രയുമാണ് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസ്പെക്ടസിലെ ക്ലോസ് 10.1 പ്രകാരം പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സും വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് പ്രോസ്പെക്ടസിലെ 29ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, ബാങ്ക് വഴിയാണ് അടച്ചതെങ്കിൽ ആ ഒരു ചലാൻ്റെ ബാക്കി ഭാഗം, അതുപോലെ SSLC അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്. SSLC സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനാണ്. അതുപോലെ തന്നെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യൽ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, PWD ആ ഒരു കാറ്റഗറിയിൽ, അതായത് ആ ഒരു കോട്ടയിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ആ ഒരു റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന 3 മാസം കാലാവധി കഴിയാതെ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ OBC OEC, അതായത് OBC അതുപോലെ തന്നെ SC BC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്. EWS വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജോലി ചെയ്യുന്ന
ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള റിലീവിംഗ് ഓർഡർ ഇതെല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതും പ്രത്യേകിച്ച് ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസിനെതിരെടുത്തുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുപോലെ ഹെപ്പറ്റൈറ്റിസിനെതിരെടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് പ്രത്യേകിച്ച് നിർബന്ധമുള്ളതല്ല. നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങളോട് കോളേജിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ് അത് ഇത്ര മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ടൈമിൽ വേണ്ടത്. അതുപോലെ തന്നെ ഫീസ് നിങ്ങൾ കോളേജിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച് ഹോസ്റ്റൽ സൗകര്യമുണ്ടോ, അതിൻ്റെ ഫീസ് എത്രയാണ്, ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഫുഡ് ലഭ്യമാണോ, കാരണം ചില കോളേജ് ഫുഡ് ലഭ്യമായിരിക്കില്ല. അതുപോലെ തന്നെ ചില കോളേജ് അവിടെ കോളേജ് ഹോസ്റ്റലുണ്ടാവും, എന്നാൽ പുറത്തും ആ ഒരു താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത് കോളേജിൽ അടക്കേണ്ട ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ചില കോളേജ് ഹോസ്റ്റൽ ഫീസ് ഒരുമിച്ച് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ അഡ്മിഷൻ സമയത്ത് തന്നെ ആ ഒരു ഫീസ് അടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് എത്ര രൂപയാണ് ഫീസായിട്ട് വരിക എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.